എല്ലാവർക്കും മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇത് സ്റ്റിച്ചിങ് ക്ലാസ് 2 പാർട്ട് 3 ആണ്. സ്റ്റിച്ചിങ് പാർട്ട് 1 കാൽക്കുലേഷൻ, പാർട്ട് 2 കട്ടിങ്, പാർട്ട് 3 സ്റ്റിച്ചിങ്. പിന്നെ ഉള്ളത് സ്റ്റിച്ചിങ് ക്ലാസ് 1 എന്ന് പറഞ്ഞ ഒരു ഇൻട്രഡക്ഷൻ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അതിൽ മെഷർമെൻറ്റ് ചാർട്ട്, ടേപ്പിനെയും കുറിച്ച്, അതുപോലെ തന്നെ എങ്ങനെ ബോഡിയിൽ മെഷർമെൻറ്റ് എടുക്കാം എന്നതിനെക്കുറിച്ചും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിലെല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലുകൾ അടങ്ങുന്ന ബ്ലോഗും കൂടി ഉണ്ട്. പെറ്റിക്കോട്ടിൻ്റെ മോൾവശം ടോപ്പ് ഭാഗമാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. അതിന് തന്നെ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത്. നല്ല വശവും തമ്മിൽ കൂട്ടി വയ്ക്കുക. എന്നിട്ടൊരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ ഗ്യാപ്പിൽ നമുക്ക് ഷോൾഡർ കൂട്ടി സ്റ്റിച്ച് ചെയ്യാം. എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുടക്കത്തിൽ എപ്പോഴും ചെറിയൊരു കെട്ടിട്ട് കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ചെയ്യാൻ വെച്ചാൽ ഷോൾഡർ ആയതുകൊണ്ട് 2 സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. 2 സൈഡിലും ചെറുതായിട്ട് കെട്ടിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് വിട്ടുപോരും. പിന്നെ ചെയ്യാൻ വെച്ചാൽ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് ചെയ്യണം, അത് മറക്കരുത്. ഡബിൾ സ്റ്റിച്ച് എപ്പോഴും ചെയ്യുക. ഷോൾഡർ അല്ലെങ്കിൽ നമ്മൾ ഈ ഡ്രസ്സുകളൊക്കെ ഇപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ വലിക്കുമ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് സ്റ്റിച്ച് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഡബിൾ സ്റ്റിച്ച് ചെയ്യുക. നമുക്ക് ഇനി നെക്കും ആം ഹോളും മടക്കി അടിക്കണം. 1/4 ഇഞ്ച് വീതിയിൽ നെക്കിൻ്റെ എവിടെയും ആം ഹോളിൻ്റെ എവിടെ ആദ്യം ഒരു മടക്കുക, എന്നിട്ട് വീണ്ടും ഒന്നും കൂടി മടക്കുക. അപ്പോൾ മൊത്തം 1/2 ഇഞ്ച് വരും. അങ്ങനെ 1/4 ഇഞ്ച് വീതിയിൽ മടക്കി നെക്കും ആം ഹോളും നമുക്ക് മടക്കി അടിക്കാം. ടോപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്കേർട്ടും കൊണ്ട് ഭാഗം കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സ്കേർട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് മാത്രമായിട്ട് നമുക്ക് 23 ഇഞ്ചോളം വരുന്നുണ്ട്. ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനൊരു സിംഗിൾ പീസിലാണ് കട്ട് ചെയ്തിരുന്നത്, അതുകൊണ്ട് ഞാനത് 2 പീസ് ആക്കണമെന്നുള്ളൂ. ഞാൻ ഈ ടോപ്പ് അളന്ന് നോക്കുകയാണ്. നമുക്കൊരു സൈഡിലേക്ക് 7.25 7.25 എന്നതിൽ 14.5 കറക്റ്റായിട്ട് നമുക്ക് 14.5 ഉണ്ട്. നമുക്ക് ഞാൻ ഒരു അളവിലേക്ക് നമുക്ക് ഈ സ്കേർട്ട് ആക്കണം. അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ തയ്യൽ തുമ്പ് നമ്മൾ 1.5 ഇഞ്ചാണല്ലോ കൊടുത്തത്. 1.5 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്താണ്. എന്നിട്ട് അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് വീതിയിൽ ചെറിയൊരു പ്ലീറ്റ് ഇടാണ്. അപ്പോൾ 1/4 ഇഞ്ച് 1/2 ഇഞ്ച് വീതി വരും. ആ ഒരു രീതിയിൽ ചെറിയൊരു പ്ലീറ്റ് ഇടാണ്. 1.5-2 ഇഞ്ച് വീതി ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും ഈ പറഞ്ഞ പോലെ 1/4 ഇഞ്ച് അതായത് 1/2 ഇഞ്ച് ഇതിൽ പ്ലീറ്റ് ഇടുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 1.5 അല്ലെങ്കിൽ 2 ഇഞ്ച് ഗ്യാപ്പ് ഇടുന്ന ഗ്യാപ്പ് എപ്പോഴും എല്ലാത്തിൻ്റെ കറക്റ്റ് ആയിരിക്കണം, എന്നാലും നമുക്ക് ഭംഗിയിൽ കിട്ടുള്ളൂ. ഇത് പെറ്റിക്കോട്ട് ആയതുകൊണ്ട് നമുക്ക് 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് പ്ലീറ്റിന് വീതി മതി. ആ എടുക്കണ മൊത്തം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടോപ്പും അതുപോലെ തന്നെ സ്കേർട്ടിൻ്റെയും വിഡ്ത്ത് കറക്റ്റ് ആണോ എന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. ഇതുപോലെ തന്നെ ഏറ്റവും അറ്റത്തും ഇതുപോലെ തന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇടയ്ക്ക് നമ്മൾ നോക്കണം, നമ്മൾ ഈ ടോപ്പിൻ്റെ ലെങ്ത്ത് 14.5 ആണല്ലോ, അത്രയും ആ ഒരു വീതിയെ നമ്മൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴും കിട്ടാൻ പാടുള്ളൂ. അപ്പോൾ അത് കറക്റ്റ് ആണോ അല്ലേന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. നമുക്കിനി അടുത്ത ഭാഗം കൂടി ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ടോപ്പും സ്കേർട്ടിൻ്റെയും നല്ല വശവും തമ്മിൽ കൂട്ടി വെച്ചിട്ട് നമുക്കൊരു 1/2 ഇഞ്ച് ഇതിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യണ മുൻപ് നമ്മൾ ടോപ്പിൻ്റെ രണ്ടറ്റവും നമ്മൾ ഇതിന് കൂട്ടി ഒപ്പത്തിനൊപ്പം വെച്ച് നമ്മുടെ എടുത്തേക്കണ സ്കേർട്ടിൻ്റെ വീതിയും ടോപ്പിൻ്റെ വീതിയും ഒപ്പത്തിനൊപ്പം അല്ലെന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോഴും പറയാണ്, ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യണവരാണെങ്കിൽ എപ്പോഴും നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നിടത്ത് കെട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമുക്ക് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കിനി ഡബിൾ സ്റ്റിച്ച് ഇടണം, അത് മറക്കരുത്. എപ്പോഴും തയ്ക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ഇട്ടോളൂ, അല്ലെങ്കിൽ സ്കേർട്ട് ആയതുകൊണ്ട് കുട്ടികൾ പിടിച്ച് വലിക്കുക അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ സ്റ്റിച്ച് വിടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ പെറ്റിക്കോണിൻ്റെ ഒരു സൈഡ് റെഡിയായി. ഇതുപോലെ നമുക്ക് അടുത്ത സൈഡും കൂടി ചെയ്യാം. അങ്ങനെ നമ്മൾ രണ്ടും സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഒരുമിച്ച് വെച്ച് സൈഡ് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് തയ്യൽ തുമ്പ് 1.5 ഇഞ്ചാണല്ലോ അടയാളപ്പെടുത്തിയേക്കണം. 1.5 ഇഞ്ച് നമ്മൾ ഇതിൽ അടയാളപ്പെടുത്താണ്. എന്നിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരാണ്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ സ്കേർട്ടിന് നമ്മുടെ അരവേസ്റ്റ് വരെ കറക്റ്റ് 1.5 ഇഞ്ചിൽ തന്നെ അടയാളപ്പെടുത്തിയ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് താഴേക്ക് പോകും തോറും അത് കുറഞ്ഞ് നമ്മളുടെ തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് എന്ന രീതിയിലേക്കായി താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ വേറൊരു വീഡിയോ സെപ്പറേറ്റ് വേണമെങ്കിൽ കാട്ടിത്തരാം. എന്നിട്ട് നമുക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് അടിവശം സ്റ്റിച്ച് ചെയ്യണം. ഇതിപ്പോൾ തേരുവശം ആയതുകൊണ്ട് ഞാൻ ഒരു മടക്ക് മടക്കുന്നുള്ളൂ, 1/2 ഇഞ്ചിൻ്റെ ഒരു മടക്ക് മടക്കുന്നുള്ളൂ. അല്ലെങ്കിൽ കറക്റ്റ് 1 ഇഞ്ചിൻ്റെ അല്ല 1/2 ഇഞ്ച് എന്ന രീതിയിൽ ഞാൻ തേരുവശം ആയതുകൊണ്ട് 1/2 ഇഞ്ച് ഞാൻ മടക്കി ഞാൻ സ്റ്റിച്ച് ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ 2 മടക്ക് 1/2 ഇഞ്ചിൻ്റെ 2 മടക്ക് എന്ന രീതിയിൽ മൊത്തം 1 ഇഞ്ച് വരും. അങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യുക. ക്ലാസ് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.